ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൈനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി എഗ് മസാല റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല വെറൈറ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ വീട്ടിലെ വളരെ കുറച്ച് മാത്രം ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ ഈ മസാല റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള എഗ് മസാല എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കറി റെഡിയാക്കി എടുക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് 1 ടീസ്പൂണോളം കടുക് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. കടുകും വലിയ ജീരകമൊക്കെ നല്ലപോലെ തന്നെ പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലപോലെ തന്നെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം വലിയൊരു സവാള വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ നമ്മൾ സവാള വളരെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിരിക്കുന്നത്. ചോപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താലും മതി. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് 2 പച്ചമുളക് വളരെ കുഞ്ഞായി കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള മുളകായിരുന്നു, അതുകൊണ്ട് ഞാനിവിടെ 2 എണ്ണം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉള്ള മുളകിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് നല്ലപോലെ തന്നെ വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ലപോലെ തന്നെ മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒത്തിരി മസാലപ്പൊടികളൊന്നും നമ്മളിത് ചേർത്ത് കൊടുക്കണില്ല, വളരെ കുറഞ്ഞ മാത്രം മസാല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മസാല റെഡിയാക്കി എടുക്കുന്നത്. ഞാനിവിടെ 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഇതേ വലുപ്പത്തിലുള്ള നല്ല പോലെ പഴുത്തിട്ടുള്ള 2 തക്കാളി നല്ല പേസ്റ്റാക്കി അരച്ചത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ എഗ് മസാല കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കാതെ വളരെ തിക്കായ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പോളം കൂടി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നല്ലപോലെ തന്നെ വറ്റിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ കറി നല്ല തിക്കായിട്ട് നല്ല ഗ്രേവി ആയിട്ട് തന്നെ കിട്ടും. കറിയൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ നല്ലപോലെ തന്നെ തിളച്ച് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റേലും നമ്മളിങ്ങനെ തിളപ്പിച്ചെടുക്കണം. മസാലപ്പൊടികളുടെയും അതുപോലെ തക്കാളിയൊക്കെ നമ്മൾ അരച്ച് ചേർത്ത് കൊടുത്തുകൊണ്ട് അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുന്ന വരെ നല്ലപോലെ തന്നെ തിളപ്പിച്ചെടുക്കണം. മസാലപ്പൊടികളുടെയും തക്കാളിയുടെ ഒക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. കോഴിമുട്ട ഇതുപോലെ ഡയറക്റ്റ് പൊട്ടിച്ചൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മിക്സ് ഒന്നും ചെയ്യരുത്, നമുക്ക് ആവശ്യത്തിനുള്ള കോഴിമുട്ട ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കോഴിമുട്ട മാത്രമാണ് എടുത്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഈ കറി നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ കോഴിമുട്ടൊക്കെ പൊട്ടിച്ചൊഴിച്ചെടുത്തതിന് ശേഷം മിക്സ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. അത് അതുപോലെ തന്നെ നല്ലപോലെ തന്നെ കുക്കായി വരണം. ഇപ്പോൾ ഇതാ ഞാനിവിടെ 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് സൈഡിൽ നിന്ന് ഗ്രേവി ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് അതുപോലെ കോഴിമുട്ടൊക്കെ നല്ലപോലെ കുക്കായി വരുന്നുണ്ട്. കോഴിമുട്ടൊക്കെ നല്ലപോലെ കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ എഗ് മസാല കറിയുടെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും